രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സാധാരണ പൗരനല്ല, അയാൾ ഒരു ജനപ്രതിനിധിയാണ്, അയാൾ MLA ആണ്. അപ്പോൾ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായിട്ടുള്ള നടപടികൾ SIT കടുപ്പിച്ചിട്ടുണ്ട്. അറസ്റ്റ് വിവരം സ്പീക്കറെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നു. കോടതി തീരുമാനം വന്നതിന് ശേഷം രാഹുലെ അയോഗ്യനാക്കാനുള്ള പരാതി സ്പീക്കർക്ക് നൽകാനാണ് LDF തീരുമാനിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും MLA ആയി തുടരേണ്ടതുണ്ടോ, അങ്ങനെ തുടരാതിരിക്കാനുള്ള മാത്രം കാരണങ്ങളുണ്ടോ ഇവിടെ എന്നുള്ളതാണ്. മാർഷൽ വി സെബാസ്റ്റ്യൻ കൂടി ഇതിന്റെ വിലയിരുത്തലുമായി നമുക്കൊപ്പം ചേരുകയാണ്. മാർഷൽ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു MLAക്കെതിരെ ഇത്തരത്തിൽ പരാതി പ്രളയം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ എൻ്റെ അറിവിലില്ല. അങ്ങനെ ഒരു പരാതി, ഈ തരത്തിലുള്ള പരാതികൾ വന്നിട്ടില്ല. ഒരു കേസ് എടുത്തുകൊണ്ട് ഏതെങ്കിലും MLA അയോഗ്യനായിട്ടുണ്ടോ എന്ന് ചോദിച്ചാലും അതും കേരള രാഷ്ട്രീയ നിയമസഭ ചരിത്രത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആന്റണി രാജുവിനൊക്കെ കഴിഞ്ഞ ദിവസം അയോഗ്യനാക്കാൻ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ രാഹുലിനെ അയോഗ്യനാക്കാൻ വേണ്ടി മാത്രം നമ്മുടെ നിയമസഭയുടെ അധികാരത്തിന് പുറത്ത് സ്പീക്കറുടെ അധികാരത്തിൽ അങ്ങനെ ഉണ്ടോ? അക്ഷയ നേരത്തെ പറഞ്ഞില്ലേ, അക്ഷയുടെ അറിവിലില്ല ഇങ്ങനെ ഒരു MLAക്കെതിരെ ഇത്രയും പരാതി വന്നു. അക്ഷയുടെ എൻ്റെ മാത്രമല്ല, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പോലും ഇതുപോലെ ഒരു പരാതിയോ ആക്ഷേപമോ ഒരു MLAക്കെതിരെയും ഉയർന്നിട്ടില്ല. എന്നാൽ ഈ MLAയെ അയോഗ്യനാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, അയോഗ്യനാക്കാൻ പറ്റില്ല. കാരണം നിയമസഭയുടെ അധികാരം വെച്ചുകൊണ്ട് നിയമസഭാ പ്രമേയം പാസ്സാക്കിയതുകൊണ്ടോ നിയമസഭയിൽ ഭൂരിപക്ഷമുള്ളതുകൊണ്ടോ ഒരു MLAയുടെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു MLAയുടെ യോഗ്യത അയോഗ്യതയായി മാറ്റുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, എങ്ങനെയാണ് ഒരു MLA അയോഗ്യനാക്കപ്പെടുക എന്നുള്ളത്. ഒരു MLA അയോഗ്യനാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലൊക്കെ കൂറുമാറ്റ നിരോധന നിയമം വഴിയാണ് സ്പീക്കർ അയോഗ്യത കൽപ്പിക്കുകയും ഒരു MLAയുടെ ഒരു നിയമസഭാംഗത്തിൻ്റെ അംഗത്വം നഷ്ടമാവുകയും ചെയ്യുന്നത്. എന്നാൽ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാവുകയോ ഏതെങ്കിലും ഒരു ആരോപണത്തിൽ ഇരയാകുകയോ ചെയ്തു കഴിഞ്ഞാൽ നിയമസഭയ്ക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്നത് അത് ഒരു സസ്പെൻഷൻ മാത്രമാണ്. ഇതിൽ തന്നെ ഇപ്പോൾ MLAക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർച്ചയായി ഈ പരാതികൾ വന്ന സാഹചര്യത്തിൽ ഒരു LDF MLA ഇപ്പോൾ പരാതി നൽകുന്നു സ്പീക്കർക്ക്. അത് എത്തിക്സ് കമ്മിറ്റിക്കാണ് നൽകുക. ആ എത്തിക്സ് കമ്മിറ്റി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും ചേർന്നതാണ് നിയമസഭയുടെ എല്ലാ കമ്മിറ്റികളും. അത്തരമുള്ള നിയമസഭാ സമിതി എന്തു ചെയ്യും? ഈ പരാതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കും. പഠിച്ചതിന് ശേഷം അവരുടെ ഒരു ശുപാർശ നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ നിയമസഭയിൽ, അതായത് സ്പീക്കർക്ക് നൽകുന്ന അവരുടെ ശുപാർശ സഭയിൽ അത് സ്പീക്കർ അവതരിപ്പിക്കും. അതിന്മേൽ അംഗങ്ങൾ വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുന്നു. ഭൂരിപക്ഷം പേരും ശുപാർശ അംഗീകരിച്ചുകൊണ്ട് MLAയെ പുറത്താക്കണം അല്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭ അങ്ങനെ അയോഗ്യത കൽപ്പിക്കുന്നു എന്ന് കരുതുക. അവിടെയാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുക. കാരണം ഈ MLAക്ക് കോടതിയെ സമീപിക്കാൻ വേണ്ടിയുള്ള അധികാരമുണ്ട്. MLAക്ക് സ്വാഭാവികമായും കോടതിയെ കണ്ടിട്ട് എനിക്ക് നീതി കിട്ടിയിട്ടില്ല, ഇങ്ങനെ നിയമസഭ തീരുമാനിച്ചാൽ എൻ്റെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചുകൊണ്ട് എൻ്റെ MLA സ്ഥാനം അയോഗ്യപ്പെടില്ല എന്ന് പറഞ്ഞാൽ കോടതി എന്തു പറയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇതിൻ്റെ അവസാന വാക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ വലിയ തൊലിക്കട്ടിയുള്ള ആളാണെന്നുള്ള ഒരു സംശയമില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു നടപടിയിലേക്ക് കിടക്കുകയാണെങ്കിൽ രാഹുൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിരിക്കുമല്ലേ സാധ്യത? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടിയിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല, ഹൈപ്പോത്തിക്കലാണ്. അങ്ങനെ പരാതി കിട്ടിക്കഴിയുമ്പോൾ ഈ നിയമസഭാ സമിതി അദ്ദേഹത്തെ വിളിച്ചു വരുത്തും, അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേൾക്കും. ആ വിശദീകരണം കേൾക്കാതെ മുമ്പ് ഇത്തരം രീതിയിലേക്കുള്ള കേസുകൾ വന്നപ്പോൾ പരിശോധിക്കപ്പെടുമ്പോൾ കാണുന്നത് അവിടെയെല്ലാം കോടതി ഇടപെട്ടത് എന്തുകൊണ്ടാണ് ആ ആളുടെ ഭാഗം കേട്ടിട്ടില്ല, അതിൽ നിങ്ങൾ നീതിപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളൊരു വിമർശനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു പരാതി വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് പൂർണ്ണമായി ഇവർ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഇനിയും 2 മാസം കൂടിയേ ഉള്ളൂ. ഇപ്പോൾ ഈ 20-ാം തീയതി നിയമസഭ ചേരുകയാണ്. 15ാം കേരള നിയമസഭയുടെ 16ാമത്തെ സമ്മേളനം ചേരുകയാണ്. ആ സമ്മേളനത്തിൻ്റെ കാലയളവിൽ തന്നെ ഇത് നടപ്പാക്കണം എന്നുള്ളതാണ്. നിയമസഭാ സമിതി എത്ര തിരക്കിട്ട് ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിന് മറ്റൊരു വശം നമുക്ക് നോക്കാം. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ആക്ഷേപം എന്ന രീതിയിൽ ഇത് എതിർക്കാൻ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കൈവക്കാൻ അവിടെ ആരും ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിയതാണ്. അതുകൊണ്ട് തന്നെ UDF എന്ന മുന്നണിക്ക് ഇതിനെ എതിർക്കുവാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐക്യകണ്ഠേനയായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അയോഗ്യത കൽപ്പിക്കപ്പെടുന്നത്. ഇതിനെതിരെ അദ്ദേഹം കോടതിയിലൊക്കെ പോയി അത് അയോഗ്യനല്ല എന്ന് വരുമ്പോഴത്തേക്കും സമയമെടുക്കും. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് ഒരുപക്ഷെ നിയമസഭ ഇയാളെ പുറത്താക്കാനുള്ള സാധ്യത, അയോഗ്യത കൽപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച് വലിയ സിനിമാ സ്റ്റൈലൊക്കെ ആയിരുന്നു പ്രഖ്യാപനമൊക്കെ നടത്തിയത്. ഒന്നും ചെയ്യാത്ത ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സ്വയമേ രാജിവെക്കാനുള്ള സാധ്യത, രാഹുലിന് ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കൂ എന്ന് എല്ലാ കോണിൽ നിന്ന് ആളുകൾ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു MLAയെ ചുമക്കേണ്ടി വരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ ഒരാളെ പാലക്കാടുകാർക്ക് മാത്രമല്ല
കേരളത്തിലെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഈ തരത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യത്തുള്ള ഏതൊരു മനുഷ്യനും ഇയാളെ MLA തുടരുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. അക്ഷയ്ക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അദ്ദേഹം പറഞ്ഞ് രാജിവെച്ചു പോകുന്നു ധാർമ്മികത അല്ലെങ്കിൽ ധാർമ്മിക വശം വെച്ചുകൊണ്ട്? ഇപ്പോൾ നേരത്തെ അക്ഷയ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അത് അദ്ദേഹം കൃത്രിമമായിട്ട് കാർഡ് ഇറക്കിയിട്ട് തെരഞ്ഞെടുപ്പ് കാർഡ് ഉണ്ടാക്കി അദ്ദേഹം അതിന്റെ പ്രസിഡന്റ് ആയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ വരെ ആ കേസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു ID കാർഡ് കൃത്രിമമായി രേഖപ്പെടുത്തപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പദവിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മറ്റ് പല യുവജന സംഘടനകളുടെയുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റേത് കുറേ ഒരു വിഭാഗം ആൾക്കാർ നിയമിക്കുന്ന ഒരു ഇതാണ്. അതിനകത്ത് നമുക്ക് ആ ജനാധിപത്യ ബോധം പറയുന്നത് തെറ്റാണ്. രണ്ടാമത്തെ MLA എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ വോട്ട് ഭൂരിപക്ഷം നേടി അത് ജനാധിപത്യ പ്രാതിനിധ്യ നിയമപ്രകാരം MLA ആകുന്ന ആളാണ്. അപ്പോൾ ആ ജനങ്ങളോട് ബാധ്യതയുണ്ടെങ്കിൽ, ആ ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ, ആ ജനങ്ങളോട് സത്യസന്ധത പുലർത്തുന്ന ഒരു പൊതുപ്രവർത്തനാണെങ്കിൽ അദ്ദേഹം അത് രാജിവെക്കണം. നിർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടം അത്തരം ഒരു രീതിയിൽ പോകുന്ന ആളാണെന്ന് നമ്മൾ കരുതുന്നില്ല. എങ്കിലും അങ്ങനെയല്ല, എനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ MLA സ്ഥാനം രാജിവെക്കുകയാണ്, അങ്ങനെ എന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാം. 2 മാസത്തെ സമയമുള്ളൂ, അപ്പോൾ വേണമെങ്കിൽ ഒരു ധാർമ്മികതയുടെ ഒരു മൂടുപടം കൂടി വേണമെങ്കിൽ അല്ലേ? അതെ. പക്ഷെ എന്നാലും ഒരു പ്രശ്നം വരുന്നുണ്ട്. MLA എന്ന് പറയുന്ന അദ്ദേഹത്തിന് ലഭിക്കുന്ന കുറെ പരിഗണനകളുണ്ട്. ആ പരിഗണനകൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എത്ര കാലം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 2 കേസുകളിലും MLA എന്നുള്ള ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. കാരണം ഒരു MLAക്കെതിരെയുള്ള ആരോപണങ്ങൾ, ഇപ്പോൾ എനിക്കും അക്ഷയ്ക്കുമെതിരെ ഉയരുന്ന ആരോപണങ്ങളെക്കാൾ കൂടുതലായിരിക്കാം ഒരു ജനപ്രതിനിധിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, ശത്രുക്കളുടെ എണ്ണം കൂടുതലായിരിക്കും എന്നുള്ളതുകൊണ്ടൊക്കെ അത്തരം പ്രിവിലേജുകളെല്ലാം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. 2, ഞാനിതിൽ കാണുന്നത് കോൺഗ്രസ് പാർട്ടി പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ പുറത്താക്കി എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് അവരാണല്ലോ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യമുണ്ട്, കൈപ്പത്തി ചിഹ്നത്തിൽ ആ മാൻഡേറ്റിലാണല്ലോ വരുന്നത്. രാജ്യത്തെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നോമിനിയായിട്ട് ജയിക്കുന്ന ഒരാളോട് ഇത്തരമൊരു അവഹേളനം വരുന്ന സമയത്ത് അത് ഒഴിവാക്കി നിൽക്കുകയോ പകരം ഒരാളെ നിർത്താനുള്ള സാവകാശം ഉണ്ടായിരുന്നു. അത് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആ ധാർമ്മികതയുടെ പിൻബലം പിടിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോഴും അതേ സ്ഥാനത്ത് തന്നെ തുടരുന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ പറയാൻ പറ്റുന്നത് രാഷ്ട്രീയപരമായ തീരുമാനം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ സ്പീക്കർക്കും നിയമസഭയ്ക്കും കൂടെ ചേർന്നിട്ട് രാഹുലിനെ അയോഗ്യനാക്കാൻ പറ്റുമെങ്കിലും നിയമപരമായി ഒരു നിയമസഭയ്ക്ക് അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നത് നിൽക്കുന്ന കാര്യം സംശയമാണ്. തീർച്ചയായിട്ടും അതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ വേണ്ടി ഇപ്പോൾ LDF നിയമോപദേശം തേടാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് നിയമോപദേശം തേടി മുന്നോട്ട് പോകുമ്പോൾ നിയമപരമായിട്ട് രാഹുലിനെ അയോഗ്യനാക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അല്ലെങ്കിൽ ആ തരത്തിൽ മുന്നോട്ട് പോയാൽ അത് പരാജയപ്പെടുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികത കണക്കിലെടുത്തുകൊണ്ട് ധാർമ്മികമായി അയാൾ രാജിവെക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും നിലവിലിപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല.